നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വാല വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ അവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മെൽറ്റായി വന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 10-25 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ കുടം വെളുത്തുള്ളി, വലിയ അല്ലിയാണ് അതിൻ്റെ, വലിയ കുടം വെളുത്തുള്ളി. നാടൻ ഇതായതുകൊണ്ട് വെളുത്തുള്ളിയൊക്കെ ഇത്തിരി അധികം ഇടുന്നത് നല്ലതാണ്. അപ്പോൾ നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ നന്നായി ആയി വരട്ടെ. നമുക്ക് ഇളക്കി കൊടുത്ത് ഈ നെയ്യും ഇതൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്നും പറ്റിയെന്ന് വരില്ല, സൺഡേ ആയതുകൊണ്ട് ഒരു സ്പെഷ്യലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു 3 സവോള, ഒരു മീഡിയം ടൈപ്പ് വലിപ്പത്തിലുള്ള 3 സവോളയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നടുവ കീറി. അപ്പോൾ അത് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ ഒന്ന് വേഗമായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നാടൻ ചിക്കൻ കറിയാണല്ലോ, അപ്പോൾ നമുക്ക് ഇത്തിരി വേപ്പിലയൊക്കെ ഇത്തിരി അധികം ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവോള ഒന്ന് വേഗമായി വന്നു. ഒന്ന് വഴന്ന് വന്നാൽ മതി, വല്ലാണ്ട് മൊരിയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ മൊരിച്ച് കറി ഉണ്ടാക്കണത് സവോള ഞാൻ സൺഫ്ലവർ ഓയിൽ നെയ്യിലിട്ടിട്ട് മൊരിച്ച് ഉണ്ടാക്കുന്ന കറി ഞാൻ വേറെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു നാടൻ കറി പോലെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ സവോള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്, വഴന്ന് വന്നാൽ മതി. വഴന്ന് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 3 തക്കാളിയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ആ 3 തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്നാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇളക്കി കൊടുത്ത് അങ്ങനെ എടുക്കാം. വല്ലാണ്ട് ഒന്ന് വഴന്ന് വന്നാൽ മതി, വല്ലാണ്ട് ഇതാവണമെന്നൊന്നുമില്ല. നമ്മൾ ചിക്കനിൽ കിടന്നിട്ട് അത് അങ്ങനെ ആയി വന്നോളും. ഇതായി വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികളിടാം. വഴന്ന് വന്നിട്ട് അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഉണ്ട്, 1.5. അതിലൊരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് മൊത്തം ഗരം മസാല. ഗരം മസാല ഞാനിവിടെ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണുന്നവർക്ക് കാണാം. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ വാങ്ങിക്കണതാണെങ്കിൽ ഈ 1 ടേബിൾ സ്പൂൺ എണ്ണ കേട്ടോ, അതാണ് ശരിക്കും ഒരു ഇത് വരുള്ളൂ. നമ്മൾ ജാതിപത്രി അതൊക്കെ ഒക്കെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ചിക്കനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അത് പൊടിച്ച് വെച്ചത്. ഇപ്പോൾ ഇത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ ചെറുനാരങ്ങ നീര് തൈരൊക്കെ ഒഴിക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായി വരും, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ചെറുനാരങ്ങ 1 പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, നാടൻ കറിയാകുമ്പോൾ വേപ്പിലയൊക്കെ ഇത്തിരി കൂടുതൽ ഇടുന്നത് നല്ലതാണ്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇൻഗ്രീഡിയൻസൊക്കെ അതിൽ നന്നായി തേച്ച് പിടിക്കുന്ന പോലെ നന്നാക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് മൊത്തത്തിലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇളക്കി യോജിപ്പിക്കാനൊരു ഇതുണ്ടാവും. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് എല്ലായിടത്തും പിടിക്കുന്ന പോലെ ആയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ, കാരണം ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. നമ്മൾ എന്തോരം വാല് വെച്ചിട്ടായാലും, ഞാനിപ്പോൾ ഒരു അരിപ്പയിലാണ്
ചിക്കൻ വെച്ചിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ വെള്ളം ധാരാളം ഉണ്ടാവും. നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ആർക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടനേരത്തൊക്കെ നമുക്ക് ഉപ്പുണ്ടോയെന്നും അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും, ഒട്ടും വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കറക്റ്റാണോ എന്നൊക്കെ നോക്കണത് നമുക്ക് ഇടനേരത്ത് നോക്കി ചെയ്യാം. വളരെ ടേസ്റ്റായിട്ട് വരുന്നൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇടനേരത്തൊക്കെ ഇളക്കി കൊടുത്ത് നോക്കിയായിരുന്നു, ഉപ്പൊക്കെ നോക്കിയായിരുന്നു, പാകമാണ്. നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കുറുതായ നല്ല കറി. നെയ്യൊക്കെ ചേർത്ത കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ, നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ കുറച്ച് പുതിനയും മല്ലിയിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ എൻ്റെ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഇത് കാണുന്നതോടൊപ്പം അതൊന്ന് കണ്ടോളൂ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ഈ നാടൻ ചിക്കനും.